ഇല്ലില്ല. ഞാന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീഡിയയിൽ എൻട്രി ആയ ഒരാളാണ്. ലൈക്ക് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോയതാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കുറച്ച് ഓക്കെ, ഫ്രണ്ട്സിനെ ഓക്കെ. അങ്ങനെയാണ് കിട്ടി. തമിഴിലോട്ട് അങ്ങനെ പോയത്. അതെ, ഓക്കെ. അതെ. എന്നിട്ട് എത്ര സിനിമകൾ ചെയ്തു? ഇപ്പോ തമിഴില് എനിക്ക് തോന്നുന്നു 4ഓ 5ഓ തമിഴില് ചെയ്തു. പിന്നെ കന്നഡത്തിലൊരെണ്ണം, തെലുങ്കിലൊരെണ്ണം, മലയാളത്തിലും. ഓക്കെ. അപ്പൊ എന്താ പറയാ, നമ്മള് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അതെ. അഭിനയിച്ചു. അതെ. മലയാളം സിനിമ ചെയ്യുന്നത് ഏതാണ്? ഫസ്റ്റ് ചെയ്യുന്നത്? ഇതാണ്. ഇത് തന്നെയാണ് ഇതാണ് ഫസ്റ്റ് എന്റെ ചെയ്യുന്നത്. ഡെബ്യൂ. അപ്പൊ അതെ, അതെ. ഇതുവരെ ചെയ്തതൊക്കെ തമിഴും അത് തമിഴ്, തെലുങ്ക് അങ്ങനെയാണ്. ഓക്കെ, ഓക്കെ. ഇതാണ് എന്റെ മലയാളം ഡെബ്യൂ. ചെന്നൈയിൽ പഠിക്കാൻ പോയി അങ്ങനെ അങ്ങനെ സിനിമയിലോട്ട് കയറി. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു റാൻഡം ഒരു ഡേയിൽ വന്നിട്ട് "എടാ ഇങ്ങനെ ഒരു ഷോന്റെ ഷൂട്ട് ഉണ്ട് പോയാലോ?" "ആണോ? ആ എന്നാ ശരി പോ" എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോഴത്തേനും "ഓ ഇതാണോ ഷൂട്ട്? ഇതൊക്കെയാണോ ക്യാമറ? ഓ ഓക്കെ. അയ്യോ എന്നെക്കൊണ്ട് പറ്റൂല." സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ ആ ആഹാ സമയത്ത്? ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും അത് ചെയ്തിട്ടില്ല. ചെന്നൈയിൽ സ്കൂളിൽ എത്തിയപ്പോഴാണ്. ഒപ്പനയില് പുതിന മണവാട്ടിയായിട്ടിരിക്കും. അത്രേ ഉള്ളൂ. അത്രയൊക്കെ അപ്പൊ ഉള്ളൂ. ചെന്നൈയാണ് മാറ്റിയെടുത്തത്. അതെ, അതെ. ചെന്നൈയിലെ ജീവിതമാണ് കംപ്ലീറ്റ് മാറ്റിയത്. ആയിട്ട്. ലൈക്ക് ഞാന് എന്താ പറയാ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നു. ഇത്രയും ലൈക്ക് ഓപ്പൺ അപ്പോ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ലൈക്ക് വളരെ സെറ്റിൽഡ് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ചെന്നൈ ഭയങ്കരമായിട്ട് മാറ്റി എന്നെ. ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിലെ നായിക ആയിഷയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ആയിഷ, ഹായ്. എന്താണ് ഡോക്ടർ ബെന്നറ്റിൽ ഒരു പോലീസ് ഓഫീസറാണോ? അതെ. എന്താണ് ഇതിന്റെ ഒരു ക്യാരക്ടർ? എത്രമാത്രം സ്ട്രോങ് ആണ്? ആക്ച്വലി ലൈക്ക് ഈ കഥ വളരെ വ്യത്യാസമായിട്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന റിവെഞ്ച് സ്റ്റോറി പോലെ അല്ലാണ്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോ ഹീറോ ഒരു റിവെഞ്ച് ചെയ്യും. സോ അത് ലൈക്ക് ഞാന് കമ്മീഷണർ ആയിട്ട് അതിനെ ഫുള്ള് എൻക്വയറി ചെയ്യുന്നതും ട്രാവലിംഗ് ഉണ്ടാവും കുറെ. IPS കാരിയാണ്. അതെ. IPS ഓഫീസറാണ്. കേസ് അന്വേഷിക്കുക കൊള്ളുക. അപ്പം കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ലൈക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നല്ല. അതായത് അന്വേഷിക്കുമ്പോ തന്നെ മനസ്സിലായി ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് എന്നുള്ള പോലെ ഒരു ഇതില് വരും. ഹെൽപ്ലെസ് ആവും. പോലീസുകാരും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരും. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ആണ് ഇതിന്റെ. ബട്ട് എന്നാലും ലൈക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ നടന്നു, ഇല്ലെങ്കിൽ ഇതിനെന്താണ് റീസൺ, ഇതൊക്കെ റിവീൽ ആവുക കൊള്ളൊക്കെ ഈ അന്വേഷണം കൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മൂവിയിൽ ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്റെ ഉമ്മക്ക് അറിയായിരുന്നു ലൈക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഓക്കെ. അവരെന്തോ ഫാമിലി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അറിഞ്ഞിട്ട് ഇപ്പോ ഞാന് ഇവിടെ തമിഴിലുണ്ടല്ലോ. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 9 ഇയേഴ്സിന്റെ അടുത്തായി ഇൻഡസ്ട്രിയിൽ ഇപ്പോ. അപ്പോ ഉമ്മന്റെ മോള് ആക്ട്രസ് ആണെന്ന് അറിഞ്ഞ അവര് വെറുതെ അങ്ങനെ ചോദിച്ചു. വന്നിട്ട്. അങ്ങനെ. അപ്പൊ ഈ ശരിക്കും എവിടെയാണ്? സ്ഥലം എവിടെയാണ്? നാടകം എവിടെയാണ്? ഞാൻ കാസർഗോഡാണ്. കാസർഗോഡാണ്. ഓക്കെ. സ്വന്തം നാട്. ഇവരും എനിക്ക് തോന്നുന്നു കാസർഗോഡാണ്. അതെ. ഹീറോയൊക്കെ കാസർഗോഡാണ്. അപ്പൊ അഭിനയം മീൻസ് ഇതിലോട്ട് വന്നത് എങ്ങനെയാണ്? ഈ ഫീൽഡിലോട്ട് മോഡലിംഗിലൂടെയാണോ വന്നത്? ഇല്ലില്ല. ഞാന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീഡിയയിൽ എൻട്രി ആയ ഒരാളാണ്. ലൈക്ക് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോയതാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കുറച്ച് ഓക്കെ, ഫ്രണ്ട്സിനെ ഓക്കെ. അങ്ങനെയാണ് കിട്ടി. തമിഴിലോട്ട് അങ്ങനെ പോയത്. അതെ, അതെ. എന്നിട്ട് എത്ര സിനിമകൾ ചെയ്തു? ഇപ്പോ തമിഴില് എനിക്ക് തോന്നുന്നു 4ഓ 5ഓ തമിഴില് ചെയ്തു. പിന്നെ കന്നഡത്തിലൊരെണ്ണം, തെലുങ്കിലൊരെണ്ണം, മലയാളത്തിലും. ഓക്കെ. അപ്പൊ എന്താ പറയാ, നമ്മള് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അതെ. അഭിനയിച്ചു. അതെ. ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഏതായിരുന്നു? ഫസ്റ്റ് അഭിനയിച്ച സിനിമയായിട്ട് പിന്നെ റാംബോ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. അത് റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ അതില് ഞാന് നെഗറ്റീവ് ലീഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രഞ്ജിത്ത് ഇല്ലേ, നമ്മുടെ കൽബ് ഇല്ലേ ആ മൂവിന്റെ ആ, പേര്, രഞ്ജിത്ത്. അതിലെ രഞ്ജിത്ത് ഇല്ലേ, പുള്ളിക്കാരന് പേരായിട്ടായിരുന്നു ഞാൻ ഓക്കെ, ഓക്കെ. ചെയ്തിരിക്കുന്നത്. ഇന്നൊരു മൂവി ഉണ്ടായിരുന്നല്ലോ അവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പോലീസ് മൂവി. നമുക്ക് ദിലീഷ് പോത്തൻ മരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അതാണ് ആക്ച്വലി മെയിൻ ആയിട്ട് അത്. അപ്പോ നമ്മള് പറഞ്ഞോണ്ടിരുന്നത് ഈ സീരിയലിന്റെ ഹീറോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഓക്കെ. പുള്ളിക്കാരന് പേരായിട്ട് പേരായിട്ടാണ്. അതാ റാംബോ എന്ന് പറയുന്നത്. അതെ റാംബോ റാംബോ എന്നുള്ള സിനിമ. പറയുന്ന സിനിമ. പിന്നെ മലയാളത്തിൽ അപ്പൊ മലയാളം സിനിമ ചെയ്യുന്നത് ഏതാണ്? ഫസ്റ്റ് ചെയ്യുന്നത്? ഇതാണ്. ഇത് തന്നെയാണ് ഇതാണ് ഫസ്റ്റ് എന്റെ ചെയ്യുന്നത്. ഡെബ്യൂ. അപ്പൊ അതെ, അതെ. ഇതുവരെ ചെയ്തതൊക്കെ തമിഴും. അത് തമിഴ്, തെലുങ്ക് അങ്ങനെയാണ്. ഇതാണ് എന്റെ മലയാളം ഡെബ്യൂ. അതെന്താ വൈകിയത്? മലയാളത്തിലോട്ട് എത്താൻ വൈകിയത്? കിട്ടിയില്ല. ഇല്ല. അതോ അവിടെ അങ്ങനെ നിന്ന് പോയതാണോ ചെന്നൈയില്? അല്ല ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എല്ലാം നടന്നത് എന്ന് പറഞ്ഞില്ലേ. സോ അതുകൊണ്ട് പോയി അപ്രോച്ച് ചെയ്യാനോ ഇല്ലെങ്കിൽ തേടാനോ അങ്ങനെ ഒരു നോളജ് ഇല്ല എനിക്ക് ആക്ച്വലി സിനിമയായിട്ട് ഒരു ബന്ധമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ ഈ സീറോ. ചെന്നൈയിൽ പഠിക്കാൻ പോയി അങ്ങനെ അങ്ങനെ സിനിമയിലോട്ട് കയറി. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു റാൻഡം ഒരു ഡേയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷോന്റെ ഷൂട്ട് ഉണ്ട് പോയാലോ?
ആണോ എന്നാ ശരി പോ നീ പറഞ്ഞ് അവിടെ പോയപ്പോ ഓ ഇതാണ് ഷൂട്ട് ഇതൊക്കെയാണ് ക്യാമറ ഓ ഓക്കെ അയ്യോ എന്നെ കൊണ്ട് പറ്റൂലേ പക്ഷേ അങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞപ്പോൾ കാസർഗോഡ് എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഇന്ന് കാസർഗോഡ് നിന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അന്ന് സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരു നാടാണ് കാസർഗോഡ്. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഭയങ്കര അകന്നു നിൽക്കുന്നതല്ലേ? അതെ അതെ അല്ലെങ്കിൽ അന്ന് ഞാൻ ചോദിച്ചത് ഡ്രാമ അങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ ആ ആ, സമയത്ത്? ഇല്ല ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. അത് ചെന്നൈയിൽ സ്കൂളിൽ എത്തിയപ്പോഴാണ് ചെന്നൈയാണ് ഒപ്പനയില് പുതിനെ മണവാട്ടിയായിട്ടിരിക്കും അത്രേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ചെന്നൈയാണ് മാറ്റിയെടുത്തത്. അതെ അതെ ചെന്നൈയുടെ ജീവിതമാണ് കംപ്ലീറ്റ് മാറ്റിയത്. ആയിട്ട് ലൈക്ക് ഞാൻ എന്താ പറയാ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നു. ഇത്രയും ലൈക്ക് ഓപ്പണപ്പോ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ലൈക്ക് വളരെ സെറ്റിൽഡ് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ചെന്നൈ ഭയങ്കരമായിട്ട് മാറ്റി എന്നെ. വേറെ സിനിമകളൊക്കെ ഏതൊക്കെയാണ് ചെയ്തത്? പിന്നെ തമിഴ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിനിമകൾ കിട്ടി തുടങ്ങിയോ? ആ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യാൻ ഏതൊക്കെയായിരുന്നു തുടങ്ങി. നോക്കുന്നത്? ഇപ്പൊ വിജയന്റണി സാറിന്റെ കൂടെ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയ് സാറിന്റെ കൂടെ ഒരു മൂവി ജയ്, ഉണ്ട്. അതെ പിന്നെ ദീക്ഷ ഷെട്ടി കന്നഡ ഹീറോ പുള്ളിക്കാരുടെ കൂടെ 2 മൂവി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ എല്ലാം മെയിൻ സ്ട്രീം ഹീറോസിന്റെ സിനിമകൾ തന്നെയാണ്. ഒരുവിധം കന്നഡ തെലുങ്ക് പിന്നെ തെലുങ്ക് ചെയ്തത്. തെലുഗുൽ ഇപ്പൊ കറന്റ്ലി പൊക്കോണ്ടിരിക്കുന്നു. ഓടിയിരിക്കുന്നു. അത് എന്തായാലും ഇയർ പിന്നെ എനിക്കൊന്ന് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും റിലീസ് ആവും. റിലീസ് ആവും. അതിലാരൊക്കെയാണ് ഹീറോ അഭിനയിക്കുന്നത്? അതില് സുധീർ എന്ന് പറഞ്ഞിട്ട് സുധീർ. ആ, ഒരു ഓക്കെ, ഓക്കെ. പിന്നെ മെയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ മുരളി ശർമ്മ സാറ്, ഉം. അജയ് സാറ്, ഓക്കെ. മുരളി ശർമ്മ ആലവൈകുണ്ഠപുരം എനിക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പുള്ളിക്കാരൻ ഞങ്ങളൊക്കെ അപ്പൊ ആയിട്ടുള്ള അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചാൽ ഈ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയായിരുന്നു അഡ്ജസ്റ്റ്? കന്നഡയും തെലുങ്കും ഞാൻ ഒരുപക്ഷെ actually കന്നഡ ചിലപ്പോൾ അറിയുന്നുണ്ടാവും അല്ലെ? കാസർഗോഡ് ആയതുകൊണ്ട്. കാസർഗോഡ് ആയതുകൊണ്ട് കുറച്ച് കന്നഡ നോളജ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി പഠിച്ചത് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ്. ഒബിയസ്ലി നമ്മൾ ഡയലോഗ് ഒക്കെ പറയുമ്പോഴത്തേനും നമുക്കത് ഇതാവുമല്ലോ, യൂസ്ഡ് ആവുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഒരു നോൺ മലയാളിയോ അങ്ങനെ ആണെങ്കിലെന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഗ്രാപ്സ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എടുക്കും ഞാൻ. എനിക്കിഷ്ടമാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച് വന്നതാണ്. ശശി പറഞ്ഞ പോലെ ഇപ്പോഴും എവിടേക്ക് കാസർഗോഡ് ഭാഷ വിട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? അതുണ്ട് ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ അതങ്ങനെ പോവില്ല അതെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കാസർഗോഡ് ഭാഷയെ കുറിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർക്കൊന്നും കുറച്ചുകൂടി കൗതുകമായിരിക്കില്ല അവരായിട്ട് പക്ഷെ സംസാരിക്കുന്നത്. അവർക്കൊന്നും അറിയില്ല അത്രയും കാസർഗോഡിനെ കുറിച്ചിട്ടോ അതിന്റെ ഭാഷയെ കുറിച്ചിട്ടോ അവർക്ക് അറിയില്ല. ലൈക് തമിഴിയൻസിനോ ഈ തെലുഗുസിനോ അവർക്കൊന്നും അത്രയും നമുക്ക് അറിയില്ല. നമ്മളെ കേരളത്തിലാണല്ലോ അത് കുറച്ച് നമുക്ക് അറിയാവുന്നത്. അവർക്ക് അത്രയും അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഞാൻ സംസാരിക്കുന്ന നോർമൽ മലയാളം തന്നെ അവർക്ക് എന്തോന്നേ അങ്ങനെ ആയിരിക്കും അവർക്ക്. പിന്നെ ഞാൻ കാസർഗോഡ് മലയാളം സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല അവർക്ക്. മനസ്സിലാവില്ല. ഇത് മലയാളമാണോ എന്നൊക്കെ ചോദിക്കും എന്നോട്. അങ്ങനെ ഈ ഇത്രയും ഭാഷകൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ഭാഷയിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു രീതികൾ തമിഴ് പോലെ ആയിരിക്കില്ല തെലുങ്ക്, കന്നഡ, അതേപോലെ അല്ല മലയാളം. അതെ. എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തതൊക്കെയായിരുന്നു? ലൈക്ക് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും വർക്കിംഗ് രീതികൾ ഡിഫറെന്റ് ആയിരിക്കാം വേറെയാണ്. അവരുടെ. ഇപ്പൊ ഞാൻ കന്നഡത്തിൽ ചെയ്യുമ്പോഴത്തേനും അത് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് എന്റെ ആ ഡയറക്ടർ എങ്ങനെയാന്ന് വെച്ചാല് പുള്ളിക്കാരൻ നമുക്ക് ഡയലോഗ്സ് വോയിസ് റെക്കോർഡായിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. സോ പുള്ളിക്കാരന് വേണ്ടത് അഭിനയിക്കാൻ പാടില്ല, ആ മോഡുലേഷനോട് പറഞ്ഞാൽ മതി. ഡയലോഗ് എടാ ഇല്ലടാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. അതാണ് പുള്ളിക്കാരന് വേണ്ടത്. സോ ഇങ്ങനത്തെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ സിനിമയില് എനിക്ക് അത്രയും ഒരു വ്യത്യാസമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ലൈക്ക് യൂഷ്വലായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയോ മലയാളത്തിൽ? ലാംഗ്വേജ് കൊണ്ട് അതെ ഒത്തിരി കൂടി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ലൈക്ക് എന്താ പറയാ മനസ്സിലാക്കാനും കൊള്ളാനും ഇതൊക്കെ. പിന്നെ മലയാളം മൂവിക്ക് ഇപ്പൊ ഉള്ള ഒരു ഇതുണ്ടല്ലോ, സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നോക്കുമ്പോഴത്തേനും ഓക്കെ ഫൈൻ നമ്മളെങ്ങനെ അത് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ലൈക്ക് മലയാളം മൂവിന്റെ പാറ്റേൺസിനും തെലുഗുനും തമിഴിനും ഇതൊക്കെ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോ ആ ഒരു ഇതിലാകുമ്പോ മലയാളത്തിൽ നമ്മളെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിക്ക് നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വ്യത്യാസം. തെലുങ്കിലൊക്കെ കുറച്ചും കൂടി വേറൊരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആയിരിക്കും. പ്രത്യേകിച്ച് അവിടെ പാട്ടുണ്ടാവും, ഡാൻസ് ആയിരിക്കും. അതെ 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 കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആണ് അവിടെ. കൊമേഴ്ഷ്യലാണ്. അതെ ഇതേപോലത്തെ ആ ഒരു എന്താ പറയാ നാടൻ, അതായത് ഓത്തന്റിക് ആയിട്ട് അങ്ങനെ അതെങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞ അതെങ്ങനെയായിരുന്നു? അതിലോട്ട് എത്തിയോ? ആ ഒരു ട്രാക്കിലോട്ടൊക്കെ കയറിയോ? അവിടെ എത്തിക്കഴിഞ്ഞു ആക്ച്വലി എന്താ അറിയോ ലൈക്ക് നമ്മള് പിന്നെ ഈ പണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ഫ്ലോ അങ്ങനെ പോകും. നമുക്ക് ആ ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടായാൽ മതി. ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യണം എന്നുള്ള ആ ഒറ്റ ഒരു തോട്ട് ഉണ്ടെങ്കിൽ മതി. അത് പിന്നെ എല്ലാ ഫ്ലോയിലങ്ങ് പോകും. അപ്പൊ ഇനിയിപ്പോ എന്താണ് അടുത്ത പരിപാടികൾ? ഇനിയിപ്പോ മലയാളത്തിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ? എല്ലാം കൂടി ഓടി നടന്ന അഭിനയിക്കുന്ന ഇത്തിരി പണിയുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇൻഷാ അല്ലാഹ് അപ്പൊ ചെന്നൈയാണ് ഇപ്പോ ബേസ് ആയിട്ട് ഞാൻ സെറ്റിൽഡ്. അതെ ചെന്നൈയിലാണ് ഷൂട്ട് മാത്രം ട്രാവൽ ചെയ്തുകൊണ്ട് അതെ അതെ ചെന്നൈയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ഇതുകൊണ്ട് കൂടുതൽ ഇപ്പൊ തമിഴ് സിനിമകളായിരിക്കും കൂടുതൽ
ഞാൻ സാധ്യത തുടങ്ങിയത് തമിഴിലാണ്. ലൈക്ക് നമുക്ക് കുറച്ചും കൂടി ലൈക്ക് ഫേസ് ഫെമിലിയാരിറ്റി ഒക്കെ തമിഴിലായതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചധികം തമിഴിൽ തന്നെയാണ് വരുന്നുള്ളത്. ഇൻഷാല്ല ഇനിയിപ്പോ നോക്കണം, മലയാളത്തിൽ കുറെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. obviously. വരുന്നുണ്ടോ? ഇപ്പൊ കൂടുതൽ റോൾസ് ഇപ്പൊ കൂടുതൽ ഇല്ല. വരുന്നത് ഇവിടെ നിന്നാണ്? മലയാളത്തിൽ നിന്നാണോ? തമിഴാണ് ആക്ച്വലി. തമിഴ് തെലുഗാണ് എന്റെ മാർക്കറ്റ് ആക്ച്വലി. ഇപ്പൊ മലയാളത്തിന് ഇനി ഇതിന് ശേഷം അറിയാം. എന്താ ചെയ്തല്ലേ ഫസ്റ്റ് ഇത്. ഇതില് കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് കോമ്പിനേഷൻ ആരായിട്ടായിരുന്നു കൂടുതൽ? നസീർ സാർ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഇൻവെസ്റ്റിഗേഷന്റെ പരമായിട്ട് ചുറ്റുന്നുള്ളതുകൊണ്ട് എല്ലാരും ഒന്ന് കണ്ട് ആരാണെന്നൊക്കെ ചോദിച്ചു പോകുന്നതിന്റെ അത്ര തന്നെ ഈ ഉണ്ടായിരുന്നു. പോലീസ് റോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ പണ്ട് മുതലേ തെലുങ്കില് വിജയശാന്തി വലിയ സീനാണ്. അവിടെ മുതൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വാണി വിഷ്ണു, ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മനസ്സിലൊരു ഒരു റെഫറൻസ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ? ആ ഒരു ലൈക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ഇതിൽ ഫൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല. ബട്ട് ആ ഒരു അപ്പിയറൻസ് ഉണ്ടാവണം നമ്മൾ ബോഡി കാണുമ്പോഴത്തേക്കും. ലാംഗ്വേജ്, ഡയലോഗ് മോഡുലേഷൻ അത് കുറച്ച് ഉണ്ടാവണം എന്ന് കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് പറയൂ. അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് എന്താണ് പറയുന്നത്? ലൈക്ക് നമ്മുടെ മലയാളി ഓഡിയൻസിന് അറിയില്ല, അറിയാത്ത അതെ. ഒരുപാട് ലൈക്ക് എന്താ പറയാ എക്സൈറ്റ്മെന്റോടെ, ഒരുപാട് പ്രതീക്ഷയോടെ ലൈക്ക് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ. നിങ്ങളെ എല്ലാ വിലയേറിയ സപ്പോർട്ടും അഭിപ്രായങ്ങളെല്ലാം എനിക്ക് വേണം. സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഇനിയും കുറെ നല്ല നല്ല പടങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. സിനിമ കാണാ, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ.